നമസ്കാരം. ജൂലൈ 4-ന് നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആൻഡ് എക്സാം അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഫയർമാൻ, ഫയർ വുമൺ പരീക്ഷകൾക്ക് കോമൺ ആയിട്ടായിരുന്നു പരീക്ഷ നടത്തിയത്. എല്ലാ തവണയും ഫയറിൻ്റെ എക്സാം നടത്തുന്നത് പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് പരീക്ഷയായിരുന്നു കഴിഞ്ഞ പരീക്ഷയും. അപ്പം നമുക്ക് അതിലെ ഓരോ സബ്ജക്റ്റുകൾ ഏത് രീതിയിലാണ് ചോദിച്ചത്, ആദ്യം അതിൻ്റെ ഒരു അനാലിസിസ് നടത്താം. ആദ്യം തന്നെ ഒരു ആവറേജ് ലെവൽ എക്സാമാണെന്ന് പറയാം. ഒരിക്കലും ഈസി ആണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ഒരു 60 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പരീക്ഷയായിരുന്നു. മാത്സും ഇംഗ്ലീഷും മലയാളവും നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. അതിൽ മലയാളമാണ് കുറച്ചും കൂടി ടഫാക്കിയെന്ന് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണയും ഈ ഒരു ഫയർ വുമൺ പരീക്ഷയൊക്കെ നടത്തിയപ്പോൾ അവിടെയും മലയാളം ഗ്രാമർ ചോദിച്ചിരുന്നു. അപ്പം ഗ്രാമറൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയവർക്ക് കേവല ക്രിയയായാലും അതുപോലെ വിനയചിത്ര ഉദാഹരണം ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടിക്കാണും. പിന്നെ വെറൈറ്റി ആയിട്ട് കപ്പൽ മുളകിൻ്റെ പര്യായമൊക്കെ ചോദിച്ചു. അതുപോലെ കുറച്ചധികം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ മലയാളത്തിൽ നിന്ന് ചോദിച്ചു. ശരിയായവ മാത്രം തിരഞ്ഞെടുക്കുക എന്നൊക്കെ. അതെന്തായാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്ന് പറയാം. അതുപോലെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഇഫ് ക്ലോസ് ആയാലും ക്വസ്റ്റ്യൻ ടാഗ് ആയാലും അതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചധികം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. മാത്സും ഏകദേശം ആവറേജ് ലെവലായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു 7 മുതൽ 8 മാർക്ക് വരെ ലഭിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്സിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കുകയുണ്ടായി. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈസിയാണെന്ന് പറയാൻ കഴിയത്തില്ല. നല്ലൊരു ആവറേജ് സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചത്. ഇനി നമ്മൾ GK പോർഷനിലേക്ക് വന്നാൽ, GK സയൻസ് ടോപ്പിക്കുകളിലേക്ക് വന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കേരള ഭരണരംഗത്തിൽ നിന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള 3-4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതുപോലെ സയൻസും നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. കുറച്ച് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളും എന്നാൽ എലിമിനേഷൻ ടെക്നിക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. കറണ്ട് അഫേഴ്സും കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചവർക്ക് എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പറയാൻ പറ്റുന്നത് നമ്മുടെ സയൻസ് GK പോർഷനെക്കുറിച്ച്. നല്ല സ്റ്റാൻഡേർഡ്, എന്നാൽ ഒരുപാട് വൺ വേർഡ് ചോദ്യങ്ങൾ, എല്ലാവർക്കും ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ. നീതി ആയോഗിൻ്റെ അകത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ വലിയ കൊടുമുടി, ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, പൂർണ്ണ സ്വരാജ്, ഇതുപോലെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ദിവസം വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞത് ഏതിനെയാണ്, അങ്ങനെയുള്ളൊരു 10th ലെവലിൽ ചോദിക്കുന്ന കുറേയധികം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയായാലും അവിടെ നിന്നും നിങ്ങൾക്ക് 50 മാർക്ക് GK ചോദിക്കുന്നതിൽ ഒരു 20-30 മാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എലിമിനേഷൻ ടെക്നിക്കും വൺ വേർഡും ഒക്കെ പറക്കിയെടുത്തും നേടാൻ കഴിയാവുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല ഈസി ആയിരുന്നു. എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. അതിനകത്ത് IT ആക്റ്റൊക്കെ ഉള്ളൂ ഒരു 2 ചോദ്യങ്ങൾ ആ ഒരു ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് മാറുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു 10 മുതൽ 12 നെഗറ്റീവ് വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കൂടുതൽ പോയവരും കാണും. എങ്ങനെയായാലും ഫയർമാൻ്റെ കട്ട് ഓഫ് വരുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും. 58 മാർക്ക് മുതൽ 62 വരെ. 60+ പോകാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും ഒരു 58, 60 ആ ഒരു റേഞ്ചിലായിരിക്കും. ഞാൻ ഫയർമാൻ്റെ കട്ട് ഓഫ് ആണ് പറയുന്നത്. ഈ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. ഇനി ഫയർ വുമണിന് കട്ട് ഓഫ് കുറച്ചും കൂടി കൂടും. ഒരു 65 ലെവലിലേക്ക് ഉയരാനുള്ള ചാൻസ് ഉണ്ട്. 59 മാർക്ക് ചില ജില്ലകളിൽ, ഈ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ, നമുക്കറിയാം എല്ലാ ജില്ലകളിലും വേക്കൻസി ഇല്ലായിരുന്നു. കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ ഒരു 58-59 റേഞ്ച് വന്നിട്ട് 65 വരെ ഉയരാനുള്ള ചാൻസ് ഉണ്ട്. വുമണിന് വേക്കൻസി കുറവായതുകൊണ്ടും കട്ട് ഓഫ് കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. 65+ പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു മാർക്ക് റേഞ്ചിൽ കിട്ടിയവർക്കൊക്കെ അടുത്ത ഫിസിക്കലിനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനും കട്ട് ഓഫ് അനാലിസിസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്